നെഹ്റു ട്രോഫിയിൽ ഇത്തവണ കാലോചിതമായി പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടം ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ക്യാപ്റ്റൻസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാർക്കും നമുക്കും എല്ലാവർക്കും ബോധ്യമാണ് ഇതാണ് സംഭവിക്കാൻ ഇന്ന രീതിയിലാണ് സംഭവിക്കുന്നത്. സംഭവിക്കുകയാണ് ഇന്ന കാര്യം സംഭവിക്കാൻ പറ്റും ഇന്നതാണെങ്കിൽ ഇന്നതായിരിക്കും. വളരെ വ്യക്തതയോടുകൂടി തീർച്ചയായിട്ടും കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാലോചിതമായ പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടത്തോടെയാണ് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ഓഗസ്റ്റ് 30 നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ചുള്ള ക്യാപ്റ്റൻസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ വർഷങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ച ഇത്തവണ മികച്ച രീതിയിൽ നെഹ്റു ട്രോഫി നടത്തുമെന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് പെരുമാറ്റച്ചട്ടം പരിഷ്കരിച്ചിട്ടുള്ളതെന്നും കളക്ടർ പറഞ്ഞു. ആലപ്പുഴ YMCA ഹാളിൽ മുൻ MLA CK സദാശിവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്ലിനിക്കിൽ വള്ളംകളിയിൽ പാലിക്കേണ്ട നിബന്ധനകൾ വിശദമാക്കുകയും ടീമുകളുടെ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. സബ് കളക്ടറും NTBR സൊസൈറ്റി സെക്രട്ടറിയുമായ സമീർ കിഷൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുൻ MLA KK ഷാജു, RK കുറുപ്പ്, VC ഫ്രാൻസിസ്, MV അൽത്താഫ്, KM അഷ്റഫ്, S ഗോപാലകൃഷ്ണൻ, കൺവീനറും ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ PS വിനോദ്, വിവിധ ടീമുകളുടെ ക്യാപ്റ്റന്മാർ, ലീഡിംഗ് ക്യാപ്റ്റന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജഡ്ജസിന്റെ വിധി കൃത്യമായി നടപ്പാക്കുന്നതിന് 3 തട്ടിൽ ഇരിപ്പിടമൊരുക്കി കാഴ്ച വ്യക്തത വരുത്തുന്നതിനും ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്യുന്നതിനും പകർത്താൻ ഇരുവശവും ക്യാമറ സംവിധാനം ഒരുക്കുന്നതുമാണ്. ഫിനിഷിംഗ് പോയിന്റിൽ വെർച്വൽ ലൈൻ ഉപയോഗിച്ചുള്ള ഇൻഡിവിജ്വൽ ടൈമിംഗ് സിസ്റ്റം ക്രമീകരിച്ച് സംശയ നിവാരണം വരുത്തും. ടൈമേഴ്സ് കൃത്യതയോടെ ടൈം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്യുന്ന വള്ളങ്ങളുടെ സ്ഥാനക്രമം അനുസരിച്ച് ആദ്യ 4 സമയക്രമം കൃത്യമായി ജനം കാണും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുവാനും തീരുമാനിച്ചു. ജഡ്ജസിന്റെ കാഴ്ചയിൽ കണ്ടതും ക്യാമറ ദൃശ്യങ്ങൾ വിലയിരുത്തിയും ടൈമേഴ്സിന്റെ ആശയവിനിമയം നടത്തിയതിനും ശേഷമേ വിധി പ്രഖ്യാപിക്കൂ. സമ്മാന വിതരണ ചടങ്ങ് അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കും. അതിന് നേതൃത്വം കൊടുക്കുന്ന ടീമിനെയും ക്യാപ്റ്റനെയും അടുത്ത 3 വർഷത്തേക്ക് അയോഗ്യരാക്കും. ജയിക്കുന്ന വള്ളങ്ങളുടെ ക്യാപ്റ്റന്മാർ ഉൾപ്പെടെ 4 പേർ മാത്രമേ ട്രോഫി ഏറ്റുവാങ്ങുവാൻ വേദിയിലേക്ക് വരേണ്ടതുള്ളൂ. ഫലപ്രഖ്യാപനം നടത്തിയാൽ 5 മിനിറ്റിനുള്ളിൽ ട്രോഫി ഏറ്റുവാങ്ങേണ്ടതാണ്. തുഴയുമായി ഒരാളും വേദിയിൽ വരാൻ പാടില്ല. വിൻ മീഡിയ, ആലപ്പുഴ.